ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളായൊരു പംകിൻ കറിയും സിമ്പിൾ ആൻഡ് ഹമ്പലായൊരു പംകിൻ കറിയും ചപ്പാത്തിയും ആയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പംകിൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അല്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് പംകിനെല്ലാം ഒന്ന് കട്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കട്ടാക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് റവാത്തിബും കഴിഞ്ഞിട്ട് സുന്നത്തും, അതായത് റവാത്തിബിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ ബാങ്കിന് മുമ്പേ ഉള്ള ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ ആ ഒരു സുന്നത്ത് നിസ്കാരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അറിയുന്നവരും അറിയാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ നിസ്കാരത്തിൻ്റെ പേരാണ് അവ്വാബീൻ നിസ്കാരം. അവ്വാബീൻ എന്നാൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ എന്നാണ് അർത്ഥം. അതായത് തവക്കുൽ ചെയ്ത് മടങ്ങുന്നവർ, അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് മടങ്ങുന്നവർ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ നിസ്കാരം 20 റക്കാത്ത് വരെ വേണമെങ്കിൽ നിസ്കരിക്കാം. നമുക്ക് പറ്റുമെങ്കിൽ 20 റക്കാത്ത്, രണ്ടേ റക്കാത്ത് പോലെ ദീർഘിപ്പിക്കണോ എന്ന് വിചാരിക്കുന്നവർക്ക് 20 റക്കാത്ത് വരെ നിസ്കരിക്കാൻ പറ്റും. അതേ സമയത്ത് ഇല്ല, നമുക്ക് 2 റക്കാത്ത് നിസ്കരിക്കാം, കുറക്കണോ മതി, അത്ര നമുക്ക് സമയമുള്ളൂ, ആ ഒരു ചിന്തയുള്ളവർക്ക് ഇല്ല പറ്റൂല, അത് നിസ്കരിക്കാൻ, അത് 2 റക്കാത്ത് നിസ്കരിക്കാൻ പറ്റും. ആ രീതിക്കുള്ളവർക്ക് 2 റക്കാത്ത് നിസ്കരിക്കാൻ പറ്റും. ഇല്ല 4 റക്കാത്ത്, ഇല്ല 8 റക്കാത്ത്, അതുപോലെ ദീർഘിപ്പിക്കാനും കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി സുന്നത്തി അവ്വാബിൻ റക്കാത്തൈനി മുതവജ്ജിയ ഇലൽ ഖിബ്ല അദാലില്ലാഹി തആല. അവ്വാബിൻ്റെ 2 റക്കാത്തായ സുന്നത്ത് നിസ്കാരത്തെ അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ അദായി ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ നിസ്കാരത്തിന് എങ്ങനെ നമ്മൾ സമയം കണ്ടെത്തും. അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ ഒന്ന് പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. നിസ്കരിക്കുക, എന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക. നമുക്ക് ഓതാനുണ്ടാവും ഏതെല്ലാം, യാസീന്, തബാറക്ക, വാക്യ, റഹ്മാൻ സൂറത്ത് ഓതുന്നവർക്ക് അതും ഓതാം. ഇനി ആ ഓതിയെല്ലാം തീർന്ന സമയം നമുക്ക് കറക്റ്റ് ടൈമിങ്സ് ആവും. അതിൽ കൂടെ സംസാരിക്കരുത്. അതും ഇതും സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആ ടൈം മതിയാവില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം ഓതി ഒന്ന് കറക്റ്റായിട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഇഷായിൻ്റെ ബാങ്കിന് കുറച്ച് ടൈം ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഈ നിസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിസ്കരിക്കാൻ പറ്റും. ഈ നിസ്കാരത്തിന് നമ്മളെല്ലാവരും എന്തിനാണ് നിസ്കരിക്കുന്നതെന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ഉത്തരവും പറയാം. അപ്പോൾ നമ്മൾ ഈ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിസ്കാരം അവരെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സീക്രട്ടായൊരു ഇബാദത്ത് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റണം. അത് ഏതെന്ന് പറഞ്ഞാൽ ഒന്ന് ദിക്റോ സലാത്തോ ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരങ്ങളോ. ഈ ഫർളായ നിസ്കാരങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷെ ആരോടും പറയാതെ ഒരു ഇബാദത്ത് നമുക്ക് സീക്രട്ടായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. ഈ രീതി സുന്നത്ത് നിസ്കാരങ്ങളോ അതായത് ദിക്റോ സലാത്തോ ഏതെങ്കിലും. അപ്പോൾ സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. മൈദയും ഗോതമ്പ് പൊടിയും സെയിം അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ടേസ്റ്റിനനുസരിച്ച്, എന്നിട്ട് 2 സ്പൂൺ ഓയിൽ, നമ്മൾ ഏത് യൂസാക്കുന്ന ഓയിലുണ്ട് അത് വെജിറ്റബിൾ ഓയിൽസ് അത് ഒഴിക്കാം. എന്നിട്ട് ഇളം ചൂടുവെള്ളത്ത് നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ല രീതിയിൽ സോപ്പിട്ടൊന്ന് കഴുകാം. നല്ല ക്ലീനാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്താനെല്ലാം ക്ലീനാക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് വറവിടാൻ പംകിൻ എല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടായ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വേവിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് ഇട്ടെന്ന് കണ്ടല്ലേ. പംകിൻ കട്ടാക്കിയത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ടാക്കിയത് കുക്കറിലോട്ട് മാറ്റി. ഉള്ളി, പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇടുക, പക്ഷെ നല്ല രീതിയിൽ എരിവുള്ള പച്ചമുളക് ഇടാൻ ശ്രദ്ധിക്കുക. ഞാൻ ചെറിയ കാന്താരി മുളക് ഞാനിട്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം.
എന്നിട്ട് ജീരകം ഇടാം, കുറച്ച് കരിവേപ്പില ഉണ്ടായ ഇടാം കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് നമുക്കിടാം. 2 വറ്റൽ മുളക് നമുക്ക് 2 പൊട്ടിച്ചിട്ടിടാം. എന്നിട്ട് നമുക്ക് ഉഴുന്ന് ഇല്ല പരിപ്പോ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഏതുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് വറവിട്ടെടുക്കാം. നല്ല രീതിയിൽ നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ച പംകിൻ അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് മിക്സാക്കിയിട്ട് തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇടാട്ടോ. പക്ഷെ ഞാൻ തേങ്ങ ഇട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങയും മധുരമല്ലേ, അപ്പോൾ ഈ പംകിനും നല്ല സ്വീറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാന്താരി മുളക് നല്ല എരിവുള്ളത് ആട്ടെ, ഇല്ലെങ്കിൽ പച്ചമുളക് നല്ല എരിവുള്ളത് ഇട്ടാൽ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടില്ല. ഈ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടാം. അപ്പോൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഇടാൻ മറന്നു പോയതാണ്. ലാസ്റ്റിലിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റിയായ പംകിൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചപ്പാത്തി കഴിക്കാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.